അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് സ്മാസ് റിസോർട്ടിലാണ്. സ്മാസ് റിസോർട്ടാണ്, വയനാടാണുള്ളത്. ചുരം കയറി ഒരു 10 മിനിറ്റിൻ്റെ ഒരു യാത്രയിലൂടെ നമ്മളെ റിസോർട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. കുട്ടീസൊക്കെ ഭയങ്കര കളിയിലാണ്. നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് എത്തിയതാണ്. ഫുഡൊക്കെ ഓൾറെഡി നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ബട്ട് കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അവരിവിടെ ഒരുക്കി തന്നിട്ടുണ്ട്. നമ്മൾ ഫാമിലി, ഉമ്മച്ചിൻ്റെ ഫാമിലി എല്ലാവരും കൂടെ ഒരു ട്രിപ്പ് വന്നതാട്ടോ. അപ്പോൾ നമ്മൾ ടോട്ടലി 35 ആൾക്കാരാണ്. പിന്നെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ ഇതൊരു വലിയ റിസോർട്ടല്ല, ബട്ട് മിതമായ രീതിയിലുള്ള റിസോർട്ടാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മാത്രമുള്ള ഈ റിസോർട്ടിൽ. അതുകൊണ്ട് തന്നെ ഞങ്ങളിത് ബുക്ക് ചെയ്തത് നമുക്കൊരു പ്രൈവസിക്ക് വേണ്ടിയിട്ട്. പൂളിലായാലും കാര്യങ്ങളൊക്കെ നമ്മളെ ഫാമിലി നമ്മൾ മാത്രമാകുമ്പോൾ ഉള്ള ഒരു പ്രൈവസി ഉണ്ടാവില്ല, ആ ഒരു ത്രില്ല്. അപ്പോൾ നമ്മൾ ചാടി കയറി തന്നെ പിടിച്ചതാട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ടുള്ളൂ. വന്ന് നേരെ ഫുഡ് കഴിച്ചിങ്ങനെ ഇരിക്കുകയാണ്. കുട്ടീസൊക്കെ ഭയങ്കര കളിയിലാണ്. എസി ആണെങ്കിൽ വന്ന ഉടനെ തന്നെ പൂള് ചാടാൻ വേണ്ടിയിട്ട് ഭയങ്കര കരച്ചിലാട്ടോ, ഒരു വിധത്തിൽ പറഞ്ഞ് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം ഇനി ഏതായാലും ഞാൻ ബാക്കി ചുറ്റുഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു വഴി നേരെ വരുന്നതാണ് നമ്മുടെ സ്മാസ് റിസോർട്ടിലേക്കുള്ളതാണ്. ഇവിടെയാണ് പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ അവർ റെഡിയാക്കിയിട്ടുള്ളത്. മേലെ കുറച്ച് പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ അവർ ഈ ഒരു കാണുന്ന ഈ ഒരു ഭാഗത്തായിട്ട് പാർക്കിങ്ങൊക്കെ അവർ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ടൂർ ഓപ്പറേറ്ററായിട്ട് വർക്ക് ചെയ്യണത് ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാട്ടോ. ഹുസ്ന മുഹമ്മദ് എന്നാണ് പേര്. നല്ലൊരു റെസ്പെക്റ്റ് തോന്നുന്നുണ്ട് കേട്ടോ അവളുടെ അടുത്ത്. പിന്നെ ഈ റിസോർട്ടിലെ ഏറ്റവും ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പൂളാണ് കേട്ടോ. ഒരു രക്ഷയില്ല, അത്യാവശ്യം നല്ല വലിപ്പമുള്ള പൂൾ തന്നെയാണ്. ഈ വൈത്തിരി ഭാഗത്തുള്ള റിസോർട്ടിൽ വെച്ച് ഏറ്റവും വലിയ പൂൾ ഇവിടുത്തെയാണ് കേട്ടോ. ഇവിടെയാണ് കേട്ടോ ഇവർ ഫുഡ് കഴിക്കാനുള്ള ഏരിയ സെറ്റാക്കിയിട്ടുള്ളത്. ഇവിടെ സൈഡിൽ തന്നെ അക്വേറിയം കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ എത്ര ആൾക്കാരുണ്ടോ അതിനനുസരിച്ച് ടേബിളും ചെയർസും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാണ്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി റൂംസും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. നമുക്ക് റൂമിലോട്ട് നേരെ പോയി നോക്കാം. ഇവിടെ പൂളിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു റൂമുണ്ട്. ലെറ്റ്സ് ഗോ ദേർ. വാവ്, ഇവിടെ തന്നെ നേരെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ 2 ബെഡ്റൂമാണുള്ളത്. ഒന്നിതാ ഇവിടെ ലൈറ്റുകളൊക്കെ ഇവിടെ അലമാറയും കാര്യങ്ങളും ഇതൊക്കെയുണ്ട്. നമുക്ക് നേരെ അടുത്ത റൂമിലോട്ട് പോയി നോക്കാം. നല്ലൊരു മിതമായൊരു ബെഡ്റൂം. ഇവിടെ നമുക്ക് നേരെ പുറത്തേക്കൊരു വ്യൂ ഉണ്ട്. ഇവിടെ കുറച്ച് പണികളൊക്കെ ബാക്കിയായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഇവിടെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. റൂമിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നേരെ നമുക്ക് പൂളാണ് കേട്ടോ കിട്ടണത്. നമുക്ക് നേരെ ഇങ്ങനെ പോന്നിട്ട് ഇനി ബാക്കിയുള്ള റൂംസൊക്കെ ഉള്ളത് ഈ ഒരു മേലെ ഭാഗത്താണ് കേട്ടോ. 10 റൂം എങ്ങാനും ഉണ്ട് മേലെ. അതിൽ 6 റൂംസ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കയറ്റാണ് കേട്ടോ ആകെ പണി തന്നത്. ഇറങ്ങാൻ നല്ല സുഖം ഉണ്ടായിരുന്നു, ബട്ട് കയറാൻ കുറച്ച് പണിയുണ്ട്. പിന്നെ ഈ ഒരു വഴി നേരെ പോയാൽ വലിയൊരു DJ ഒക്കെയുള്ളൊരു ഓഡിറ്റോറിയം ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് ഏതായാലും മേലെ നിന്നുള്ള പൂളിലേക്കുള്ള വ്യൂ ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ഈ കാണുന്നതൊക്കെ റൂംസാണ് കേട്ടോ. ഒരു കപ്പിൾ റൂംസ് അല്ല, അത്ര ഒരു ഇതൊന്നും ഇല്ലാതെ ഒരു നോർമൽ ബെഡ്റൂമാണ്. ഈ ബെഡ് സ്പേസിനും സിംഗിളായിട്ടൊക്കെ അങ്ങനെയൊക്കെ വരുന്നവർക്കൊക്കെ ഉള്ള ബെഡ്റൂമാണ്. ഞങ്ങളിവിടെ ലാൻഡ് ചെയ്തതിന് ശേഷം ഈ പൂളിനൊരു റെസ്റ്റും കൊടുത്തിട്ടില്ല കേട്ടോ. ഫുൾ ടൈം എല്ലാവരും അതിൽ ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ഭയങ്കര ആക്റ്റീവായിരുന്നു. പിന്നെ നമുക്ക് ഫോട്ടോഗ്രാഫറായിട്ട് നമ്മളെ കൂടെ നിന്നതിനത് നമ്മുടെ ഈ ഒരു മുത്തന്നെയാണ് കേട്ടോ. Shoulder down, chin down, chin പൊടിക്കാം, ഒരു പൊടിക്കൂടി. Eyes open, ready.
നമ്മൾ ഉമ്മച്ചിൻ്റെ ഫാമിലിയിൽ നിന്ന് സെക്കൻഡ് ടൈം ആയിട്ട് ഇങ്ങനെ എല്ലാവരും കൂടെ ഫാമിലി ട്രിപ്പായിട്ട് ഇങ്ങനെ പോകുന്നത്. ഫസ്റ്റ് ടൈം നമ്മൾ പോയിരുന്നത് ഇങ്ങനെ ബസ്സിന് എല്ലാവരും കൂടെ ചില്ലായിട്ട് അങ്ങനെ പോയിരുന്നേ. ഇപ്രാവശ്യം നമ്മൾ റിസോർട്ട് സെലക്ട് ചെയ്തപ്പോൾ ആകെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം 35-36 ആൾക്കാരുണ്ട്. എല്ലാവരും കൂടെ പോകുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. ബട്ട് നമ്മൾ സെലക്ട് ചെയ്ത ഏറ്റവും ബെസ്റ്റ് ഡെസിഷൻ ആയിരുന്നു കേട്ടോ ഈ റിസോർട്ട് എന്നുള്ളത്. കാരണം അതിന് മാത്രം നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര രസമായിരുന്നു. മെയിനായിട്ട് നമ്മൾ ഇതൊരു ചെറിയ റിസോർട്ടായതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര പ്രൈവസി ഉണ്ടായിരുന്നു. പുറത്തുനിന്ന് ആരുമില്ലാതെ ഞങ്ങളെ ഫാമിലി മാത്രമായതുകൊണ്ട് തന്നെ ഭയങ്കര നമ്മളെ ട്രിപ്പിനെ ഭയങ്കരമായിട്ട് കളറാക്കാൻ പറ്റി കേട്ടോ. റെഡി തളരരുത്. അടുത്ത നമ്മൾ ടീൻസിൻ്റെ ആണ് കേട്ടോ. നമുക്ക് നോക്കാം. ആണുങ്ങളിങ്ങനെ ചാടി തിമിർക്കുമ്പോൾ നമ്മൾ ഗേൾസിനെ എങ്ങനെ അതിങ്ങനെ നോക്കി നിൽക്കാൻ പറ്റുമോ? നമ്മൾ കുറേ ഗെയിംസ് കാര്യങ്ങളൊക്കെ ചെയ്ത്, അതായത് നടത്ത മത്സരം, ഓട്ട മത്സരം, അതൊക്കെ ആയിരുന്നു കേട്ടോ നമ്മളെ കളികൾ. കാരണം അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്താ നീന്തൽ മത്സരം നടത്തിയിട്ടില്ലേന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ആർക്കും നീന്തൽ അറിയില്ല, ആകെ കുറച്ച് ആൾക്കാർക്ക് നീന്തൽ അറിയുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ പറ്റി ആ ഒരു ഗെയിം അങ്ങോട്ട് മാറ്റി വെച്ച് എന്നിട്ട് നമ്മളെ നടത്ത മത്സരം, ഓട്ട മത്സരമൊക്കെ വെച്ചിട്ട് നമ്മളങ്ങ് അഡ്ജസ്റ്റ് ആക്കി. ഇനി ഇവിടുത്തെ പ്ലേ ഏരിയ ഒക്കെ ഒന്ന് കാണിച്ചു തരാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ റൈഡ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കുട്ടികൾക്ക് ഭയങ്കര എന്താ പറയുക നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ തന്നെ നല്ല അടിപൊളി ചായയും പഴംപൊരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഈ ഒരു കോട്ട് അവർ നമുക്കായിട്ട് റെഡിയാക്കി തന്നതാട്ടോ. നമ്മൾ വേണമെന്ന് പറഞ്ഞപ്പോൾ നമുക്കായിട്ട് സെറ്റാക്കി തന്നതാണ്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ കുറേ പണികൾ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഒരു ഓഡിറ്റോറിയം ഇതാണ് കേട്ടോ. നമുക്ക് DJയും കാര്യങ്ങളും എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ കുട്ടികളെ ഒന്നും കൂടെ ആക്റ്റീവായിട്ട് എല്ലാവർക്കും നല്ല ത്രില്ലായി. കുട്ടീസുകൾ എല്ലാവരും കൂടെ പിന്നെ അവരെ കഴിവ് തെളിയിക്കുന്ന ആ ഒരു മത്സരത്തിലായിരുന്നു കേട്ടോ. എല്ലാവരും പാട്ടും ഡാൻസും കേട്ടാൽ അത് അവരങ്ങോട്ട് ഉഷാറാക്കിയെടുത്ത്. പിന്നെ നമ്മൾ കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ബട്ട് കൂടുതലൊന്നും നടക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. കാരണം സ്റ്റേജ് നമ്മൾ മക്കൾക്ക് കൊണ്ട് ഒഴിച്ചു കൊടുത്തപ്പോൾ പിന്നെ അവർ അതിൽനിന്ന് ഇറങ്ങി കിട്ടാൻ കുറച്ച് പണിയായി. അങ്ങനെ നമ്മൾക്ക് ഈ കസേരക്കളി മാത്രമേ നമുക്കവിടെ കളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ മുഖത്ത് കണ്ടാട്ടെ.
സമാധാനിപ്പിക്കുന്ന വാപ്പ. എടാ cheer. ഈ ഗെയിമിൻ്റെ ലാസ്റ്റ് ഭാഗം മിസ്സായി പോയിട്ട്. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഞാൻ വിന്നറിനെ കാണിച്ചു തരാം. Welcome on to the stage. Clap, clap. അല്ല ഈ ഗിഫ്റ്റ് തിരിച്ചു വാങ്ങുവേ. സെക്കൻഡ് പ്രൈസ് കിട്ടിയത് യെസ് പപ്പ. സൂപ്പർ. പിന്നെ കുട്ടികൾക്ക് എല്ലാവർക്കും നമ്മൾ ഗിഫ്റ്റ് പ്ലാൻ ചെയ്തിരുന്നിട്ട് ഇനി ഒരാൾക്ക് കിട്ടുമ്പോൾ മറ്റാൾക്ക് വിഷമമാവണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എല്ലാ കുട്ടികളെയും ഹാപ്പി ആക്കണമല്ലോ. അപ്പോൾ എല്ലാവർക്കുള്ള ഗിഫ്റ്റ് നമ്മളിങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. ഇവർക്ക് എല്ലാവർക്കും കൊടുക്കുന്നുണ്ടിട്ട് യസി കുറേ നേരമായിട്ട് ഓൻ്റെത് കിട്ടാഞ്ഞിട്ട് ഭയങ്കര കച്ചറ അലമ്പാക്കുന്നത്. അപ്പോൾ അവനക്ക് പെട്ടെന്ന് എടുത്ത് കൊടുക്കുകയാണ്. മുട്ടായി എനിക്ക് തരും, എനിക്ക് തരും. दिलको करा അപ്പോൾ ഗിഫ്റ്റുകളൊക്കെ എല്ലാവർക്കും കൊടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് എൻ്റെ അനിയനായ നിഷുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അവനക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി അവൻ അറിയാതെ നമ്മൾ കേക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ സെലിബ്രേഷനാണ്. സംസാരിക്കണ്ട ബർത്ത്ഡേ ഒന്നൊന്ന് പറഞ്ഞു. താങ്ക് യു സോ മച്ച്. ഇത് പ്രതീക്ഷിച്ചിട്ട് സത്യം പറഞ്ഞാലേ പിന്നെയാണ് മനസ്സിലായത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈം ആയിട്ടോ. ബട്ട് അതിന് മുമ്പ് തന്നെ നമുക്ക് വേറൊരു സർപ്രൈസും കൂടെ കൊടുക്കാനുണ്ടായിരുന്നു ഉമ്മച്ചിക്ക് ഇട്ടിട്ട്. അത് ഇന്ന് ഉമ്മച്ചിൻ്റെയും ഉപ്പച്ചിൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ നമുക്ക് ആ സർപ്രൈസും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. ഇമ്മച്ചി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമ്മളെ വക ഒരു ഗിഫ്റ്റും കൂടി ഉണ്ട്.
അതെ 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 ഗിഫ്റ്റ്. അപ്പം ഞങ്ങളാരും അറിയാതെ ഓരും പ്ലാൻ ചെയ്തിട്ട് ഒരു ഗിഫ്റ്റ് മെച്ചിക്കും പച്ചിക്ക് വേണ്ടിയിട്ട് റെഡി ആക്കിയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് പോയി. അത്യാവശ്യം ടൈം ആയതുകൊണ്ട് തന്നെ നല്ല വിശക്കുന്നുണ്ടായിരുന്നു. പൊറോട്ട, ചപ്പാത്തി, പിന്നെ അൽഫാം, പിന്നെ കറി ഉണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു ഫുഡ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോൾ തന്നെ അവർ ക്യാമ്പ് ഫയറൊക്കെ നല്ല സെറ്റാക്കി, നല്ല അടിപൊളി പാട്ടൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി വെച്ചിരുന്നു കേട്ടോ. ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒരു ന്യൂ കപ്പിൾസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ ക്യാമ്പ് ഫയർ അവർക്ക് വേണ്ടി അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്തു. അവർ കേക്ക് ഉണ്ടായിരുന്നു, ആ കേക്കും അവരെ കൊണ്ട് തന്നെ കട്ട് ചെയ്യിപ്പിച്ച് അവരെ ഒന്ന് ഹാപ്പി ആക്കി എടുത്തു. പിന്നെ നമ്മളൊരു അടിപൊളി ഗെയിം കളിച്ചിട്ട് കണ്ണും കണ്ണും എന്നാണ് ഗെയിമിൻ്റെ പേര്. ഏറ്റവും കൂടുതൽ ടൈം കണ്ണും കണ്ണും നോക്കി ഇരിക്കുന്നത് ആരാണ് അവരായിരിക്കും വിന്നർ. ഭയങ്കര രസമായിരുന്നു. എത്ര 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 തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പൊ തന്നെ മടുത്തെന്ന് പറയിപ്പിക്കരുത്. അതിന്റെ മുഖത്ത് നോക്കാൻ വെച്ചാന്ന് പറയിച്ചത്. റെഡി 1 2 3 സ്റ്റാർട്ട്. അല്ല വൺ കളിട്ടാ. പോയി 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 പോയി. ലുബിന്റെ പിന്നെ കാക്കുന്റെ കണ്ണ് ശരിക്കും ശ്രദ്ധിച്ചോളി. ആ പകുതി കണ്ടുകൊണ്ട് പെട്ടെന്ന്. റെഡി 1 2 3 സ്റ്റാർട്ട്. ഉമ്മച്ചില്ലാത്തോണ്ട് ഫസ്റ്റ് പ്രൈസ് വിന്നർ. വന്നിച്ചോളി. ഈ ഒരു ട്രിപ്പിൽ നമ്മൾ ഒരുപാട് ഗിഫ്റ്റുകൾ കരുതിയിരുന്നു കേട്ടോ. എല്ലാ കുട്ടികൾക്കും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഗെയിംസിലും വിൻ ചെയ്ത ആളുകൾക്കും എല്ലാവർക്കും നമ്മൾ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ട്രിപ്പ് ഒരിക്കലും ആരും മറക്കാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ എല്ലാ ഫാമിലിക്കും അതുപോലെ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു കലാശക്കൊട്ടോട് കൂടി നമ്മളെല്ലാവരും പിരിച്ചുവിട്ട് എല്ലാവരും കിടക്കാനുള്ള തയ്യാറെടുപ്പിലായി. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടുന്ന് പോകണല്ലോ എന്ന് ആലോചിക്കുമ്പോഴത്തേന് സങ്കടമായിപ്പോയിട്ടാ. കാരണം ഇങ്ങനെ ഒരുമിച്ച് ഇനി കൂടണം എന്നുണ്ടെങ്കിൽ എന്തായാലും കുറച്ച് ടൈം എടുക്കും എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു സങ്കടം തോന്നി. രാവിലെ പിന്നെ വല്ലാണ്ട് ടൈമില്ലായിരുന്നു കേട്ടോ. നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ പോകാനുള്ള ഒരുക്കത്തിലായി. അപ്പോൾ ഏതായാലും ഇങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഈ ഒരു ട്രിപ്പ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഏതായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.